തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കലിലും കോടികളുടെ കള്ളക്കണക്കിലും മുങ്ങി ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ നാണം കെട്ടു നിൽക്കുകയാണ്. അഴിമതി വിരുദ്ധർ എന്ന വ്യാജ മുഖംമൂടിയണിഞ്ഞ് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്ന കാവിപ്പടയുടെ അടിയൊഴുക്കുകൾ എത്രത്തോളം ജീർണിച്ചതാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ രഹസ്യ ഓഡിറ്റിൽ വെറും 1.5 കോടിയല്ല, 10 കോടിയിലധികം രൂപയുടെ പച്ചയായ വെട്ടിപ്പാണ് കേരളത്തിലെ നേതാക്കൾ നടത്തിയത്. ഈ കൊള്ള സമ്മതിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി ഘടകങ്ങൾ നടത്തിയ കോടികളുടെ അന്തർനാടകങ്ങളും പുറത്താക്കുമെന്ന കടുത്ത ഭയത്തിലാണ് നാറുന്ന അഴിമതി കഥകൾ പുറത്തു പോകാതെ കേന്ദ്രം ഇപ്പോൾ നെട്ടോട്ടമോടുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള കൊടിതോരണങ്ങൾ, നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകളും കട്ടൌട്ടുകളും, നേതാക്കൾക്ക് സുഖവാസത്തിനായി എടുത്ത സ്റ്റാർ ഹോട്ടലുകളിലെ ലക്ഷങ്ങൾ വിലയുള്ള മുറികൾ, പ്രചാരണ വാഹനങ്ങൾ, ഒടുവിൽ സ്ഥാനാർത്ഥികൾക്കായി ചെയ്ത PR വർക്കുകൾ തുടങ്ങി സകല മേഖലകളിലും കാശിറക്കി കമ്മീഷൻ അടിച്ചു മാറ്റുന്ന തനി കൊള്ളസംഘമായി ബി.ജെ.പി മാറിയിട്ടുണ്ട്. പുറത്തുവന്ന നാണക്കേട് ഒതുക്കി തീർക്കാൻ മാധ്യമങ്ങളുടെ വായി മൂടിക്കെട്ടാനാണ് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന കർശന താക്കീത്. മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന മുട്ടുന്യായത്തിനപ്പുറം ആരും ഒരക്ഷരം മിണ്ടരുതെന്നാണ് പാർട്ടിക്കുള്ളിലെ താക്കീത്. അതേസമയം ബി.ജെ.പിയുടെ ഈ കോടികളുടെ തട്ടിപ്പിന് കേരള പോലീസും വഴിവിട്ട സഹായം നൽകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. വാമനപുരത്തെ ഒരു പാവം പലചരക്ക് വ്യാപാരിയുടെ GST നമ്പർ മോഷ്ടിച്ച് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി ലക്ഷങ്ങളുടെ കള്ള ബില്ലുണ്ടാക്കി ഫണ്ട് തട്ടിയെന്ന കൃത്യമായ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പോലീസ് നിലപാടും ദുരൂഹമാണ്. സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് കാരണം ഈ അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തുവരുന്നത് നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവുകേടിലും ഫണ്ട് പങ്കുവച്ചതിലെ അപാകതകളിലും RSS ബി.ജെ.പി പാളയങ്ങളിൽ കടുത്ത അമർഷമാണ് പുകയുന്നത്. പാർട്ടി അണികളുടെയും പൊതുജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ ഇന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെങ്കിലും അഴിമതി പണം വീതം വെച്ചതിനെ ചൊല്ലിയുള്ള കൂട്ടത്തല്ലായിരിക്കും അവിടെ അരങ്ങേറുക എന്ന് ഉറപ്പാണ്.